ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം നൽകി നിങ്ങളെ ചേർത്ത് നിർത്തി അവസാനം യാതൊരുവിധ വാല്യൂവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ വിലയും ഇല്ലാതെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു വേദനയുടെ പടുകുഴിയിലേക്ക് നിങ്ങളെ വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തികൾ, നിങ്ങളെ ചീറ്റ് ചെയ്ത് ചതിച്ചു പോയ വ്യക്തികളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. ഈ ഒരു കാലം അവർക്ക് എന്താണ് ഇപ്പോൾ കരുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടോ, എന്താണ് നിങ്ങൾ ആ ഒരു രീതിയിൽ വേദനിപ്പിച്ച് പോയവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ചേഞ്ചസ് കാര്യങ്ങൾ എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ വരുന്ന എനർജീസ് ആണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും ക്ലൂസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം. അതുപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും മുഖമാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാ രീതിക്കും നന്നായിട്ട് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം തോട്ട്സ് നിലനിർത്തുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഇതൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കറേജ്, തണ്ടർബോൾട്ട്, ചേഞ്ച്, ലെറ്റിൻ ഗോ, പോസിബിലിറ്റീസ്, slowing down, ഗിൽറ്റ് വന്നിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ്, ബ്രേക്ക് ത്രൂ, clinging to the past, politics, the burden, maturity, past leaves, compromise, the lovers, aloneness, മൈൻഡ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കമ്പാരിസൺ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികൾ എന്താണ് ഇപ്പോൾ നേരിടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ തണ്ടർബോൾട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു കർമ്മയാണ്. കർമ്മ എന്ന് പറയുന്ന ഒരു സത്യം ഇവിടെ വിജയിക്കുന്ന എനർജിയാണ്. നിങ്ങൾ അത്രയും വേദനിപ്പിച്ച് പോയവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിശ്വസിച്ചിട്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ട് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിപ്പോൾ ലൈഫിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവർ എത്രത്തോളം ഉയരെയാണോ മുന്നോട്ടേക്ക് വന്നത് അവിടെ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള വലിയൊരു തിരിച്ചടിയിലൂടെ പ്രപഞ്ചം അവരെ വീണ്ടും താഴേക്ക് വീഴ്ത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു കർമ്മ നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇവരുടെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് അലോൺനെസ് കാണിക്കുന്നുണ്ട്, കോംപ്രമൈസ് വന്നിട്ടുണ്ട്, പൊളിറ്റിക്സ്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, എല്ലാ രീതിക്കും ബ്രേക്ക് ത്രൂ ആണ്. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ വളരെയധികം ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിൽക്കുന്നത്. ഇവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഇവരുടെ ഒരു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹം ഇല്ലാതിരുന്ന ഒരു വ്യക്തികളല്ല. വളരെയധികം സ്നേഹവും കാര്യങ്ങളൊക്കെ ഇവർക്ക് നിങ്ങളോട് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇവർ ഇവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെൽഫിഷ് ആയിട്ടുള്ള ഭയങ്കരമായ ഒരു പേഴ്സൺ ആണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇവരുടെ ലൈഫിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവർ അവിടെ നിങ്ങളെയും കൂടെ ചേർത്ത് നിർത്താം എന്നുള്ളൊരു മെന്റാലിറ്റി ഇവർക്കില്ല. ഇവരുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് ഇവർ അവിടെ നിന്നും പോയി കളയും. അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം കാര്യം നോക്കും, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ആ ഒരു രീതിയിലേക്കൊക്കെ പെരുമാറുന്നവരായി മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവര്
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യ സമയത്തൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. പതുക്കെ പതുക്കെയൊക്കെ ആയിരിക്കും ഇവരുടെ ക്യാരക്ടറിലൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ചിലവരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നതിന് ശേഷമായിരിക്കാം ക്യാരക്ടർ ചേഞ്ച് ആയി മാറിയിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് പോയതിന്റെയൊക്കെ ഭാഗമായിട്ട്. മറ്റു ചിലവരുടെ കാര്യത്തിൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും വ്യക്തികൾ മാത്രമല്ല, ഇമോഷൻസ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം. അത് നിങ്ങളുടെ എനർജി വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന കമ്പാരിസൺ ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചു പോയ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെയും അവരുടെ സിറ്റുവേഷനെയും വെച്ച് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു കമ്പാരിസൺ ഇവിടെ നടത്തുന്നുണ്ട്. ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസൊലേഷൻ ആണ് വന്നിരിക്കുന്നത്. ഫ്രീസ് ആയി നിൽക്കുന്ന അവസ്ഥ. മുന്നോട്ടേക്കോ പുറകോട്ടോ ഒന്നിലേക്കും പോകാനായിട്ട് സാധിക്കുന്നില്ല. കരയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. ഒന്നും പുറത്തേക്ക് വരുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പൊളിറ്റിക്സ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൊസൈറ്റിയിലൊക്കെ നല്ലൊരു പേരൊക്കെ എടുത്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരു ഈഗോയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായ ഒരു ഇമേജ് ഉള്ള വ്യക്തികളായിരിക്കാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യും. അത് ഇവർ ഒട്ടും സഹിക്കില്ല. മറ്റുള്ളവര് ഇവർക്ക് എപ്പോഴും ഒരു അംഗീകാരം നൽകണം, അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ എല്ലാമാണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവരിപ്പോ ഭയങ്കരമായിട്ടും ഒരു ഫ്രീസ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ടെൻഷനും സ്ട്രെസ്സും എല്ലാം കൂടെ വന്നിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ, അനങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനുമായിട്ട് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം വേദനയോടുകൂടി നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇവിടെ എത്രത്തോളം സത്യമായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും ജെനുവിനിറ്റി ആണെന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കി തിരിച്ചറിയുകയും മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകി തുടങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഇവർ ഇതൊന്നും പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല. ഇവർ പുറത്തേക്ക് കാണിക്കുന്ന മുഖം ഇങ്ങനെയാണ്. ഉള്ളില് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിലും പുറമെ ഭയങ്കര ചിരിച്ച് കളിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ സൊസൈറ്റിയുടെ മുമ്പിൽ ആയിക്കൊള്ളട്ടെ, സോഷ്യൽ മീഡിയയിൽ ആയിക്കൊള്ളട്ടെ, ഒരു ഇടുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഹാപ്പി ആണെന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കാം. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് ഇവരൊട്ടും ഹാപ്പി അല്ല. അപ്പൊ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കണക്ട് ചെയ്യുക. റെസനേറ്റ് ചെയ്യാത്തവര് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവർ ആ ഒരു രീതിയിൽ പുറമേ കാണിക്കുവാണെങ്കിൽ പോലും ഉള്ളുകൊണ്ട് ഒരുപാട് നീറുന്നുണ്ട്. നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പ്രയോറിറ്റി ഇവരിപ്പോ നൽകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പുറമേ കാണിക്കുന്നില്ല. അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവർ പുറമേ കാണിക്കുന്നില്ല. കാരണം ഇവരുടെ ഈഗോ ഹേർട്ട് ആവും. അത്രയും ഒരു ഈഗോ ഒക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷെ അതൊക്കെ പതുക്കെ പതുക്കെ പൊടിഞ്ഞു വീഴാനായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. ഔട്ട്സൈഡർ ആണ്. അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ അവർക്കായിട്ട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് കടന്നു വരാൻ പറ്റാത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരവിടെ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയിരിക്കുകയാണ്. അവിടെ നിന്ന് അവർക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ട് കടന്നു വരണം എന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്ട്രെസ് ആണ് വന്നിരിക്കുന്നത്. ആരുടെയോ കയ്യിലെ ഒരു കളിപ്പാവ പോലെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. സാധാരണ മനുഷ്യനാണ് കുരങ്ങനെ കളിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ കുരങ്ങനാണ് മനുഷ്യനെ കളിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയെ മറ്റൊരാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇവരുടേതായ നിലപാടുകള്, വ്യക്തിത്വം, കാര്യങ്ങള് ഒക്കെയുള്ള വ്യക്തികളായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോയ സമയത്ത് ഇവര് പറയുന്നതനുസരിച്ചിട്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ഉണ്ടായിരിക്കും ഇവര്. എന്നാൽ ഇപ്പോ മറ്റൊരാൾ പറയുന്നതനുസരിച്ചിട്ടാണ് ഇവർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെ അതൊന്നും ഇവർ പുറത്ത് കാണിക്കുന്നില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവരാണ് എല്ലാം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഭയങ്കര ഹാപ്പിയാണ്, ആ ഒരു രീതിയിലാണ്. പക്ഷെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. ഒഴുക്കിനനുസരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇമോഷൻസ്, ദേഷ്യം സങ്കടം ആയിക്കൊള്ളട്ടെ എല്ലാം ഒരുപാട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. പൊട്ടിത്തെറിക്കും, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിക്കാണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് വന്നിരിക്കുന്നതും അങ്ങനെ അവർ കമ്പയർ ചെയ്യുന്നതും. ടോട്ടാലിറ്റി ആണ്. ഒരുമിച്ചുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു കൂടിച്ചേരൽ മനസ്സുകൊണ്ട് ഒരുപാട് കൊതിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പ്രൊജക്ഷൻ ആണ്. ഒരു സമയം നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദന, എത്രത്തോളം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരാണ്, ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു വേദന, നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ മനസ്സ് നീറി നീറി ഇരുന്ന ആ ഒരു ദിനങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിയും ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അവര് സ്വയം അവരെ ഹീൽ ചെയ്യിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല. ഒറ്റപ്പെടലാണ് മെയിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അവസ്ഥയാണ്. ഒറ്റയ്ക്കിരുന്ന് കരയാനേ അവർക്ക് സാധിക്കുന്നല്ലോ. കാരണം ഇവരായിട്ട് തന്നെ ഒരു ഇമേജ് ഇവർക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും കെട്ടടിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ അതൊക്കെ എല്ലാവരുടെ മുമ്പിൽ ഒന്നും അല്ലാതെയായി പോകുമോ, ഈവൻ നിങ്ങൾ അറിയുവാണെന്നുണ്ടെങ്കിലും അവരൊന്നും അല്ലാതെ നിങ്ങളുടെ മുമ്പിലായി പോവോ, സീറോ ആയി പോവോ എന്നുള്ളൊരു ഭയമൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ സ്വയം തന്നെ ഹീൽ ചെയ്യിച്ചിട്ട് ഒരു ധൈര്യം സംഭരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഇപ്പൊ തിരിച്ച് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ചിന്തിക്കുകയാണ്. അതോടൊപ്പം അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും അവിടെ നിന്നും ഒന്ന് ഫൈറ്റ് ചെയ്യണം. ലെറ്റിൻ ഗോ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് അവിടെ നിന്നും പൂർണ്ണമായിട്ടൊരു മാറ്റം വേണം. വി ആർ ദ വേൾഡ് എന്നൊക്കെ ചിന്തിക്കാനായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ എന്റെ ലോകം എനിക്ക്, നിന്റെ ലോകം നിനക്ക് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ലോകം നമുക്ക് വേണം എന്നുള്ള രീതിയിലേക്കൊക്കെ മനോഭാവം മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ കറേജ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ ബന്ധത്തിന്റെ മുരടിച്ചു പോയ ഒരു അവസ്ഥയിൽ നിന്നും പൂർണ്ണ ഒരു വളർച്ച കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കണം. ഇവരായിട്ട് തന്നെ ഇറങ്ങിത്തിരിച്ചാൽ മാത്രമാണ് ഇനി ആ ഒരു വരണ്ട ഭൂമിയിൽ നിന്നും ഒരു പുതുനാമ്പ് മുളയ്ക്കുകയുള്ളൂ. കാരണം നിങ്ങളെ ഇവർ എല്ലാ രീതിക്കും തല്ലിക്കെടുത്തി. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ കാരണം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കളഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു വിഭാഗം ആളുകൾ. ചിലവർ മാത്രമായിരിക്കാം ആ ഒരു അറ്റത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ മാറി നിൽക്കുന്നവര്. ഒരു വിഭാഗം ആളുകൾ ഇവരിലേക്ക് അത്രയും വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ്, നിങ്ങളുടെ കുറ്റമായിരിക്കില്ല, നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ച് പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഇവർക്കത് മനസ്സിലായിരിക്കുന്നത് കൊണ്ടാണ് ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുക്കണമെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഈ രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടികൾ നേരിടുന്നത്. അതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചടികൾ നേരിടുന്നവരുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളോടോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും സിറ്റുവേഷനോടോ ഒക്കെ ഒരു ആഗ്രഹം വന്ന്, അല്ലെങ്കിൽ അഡിക്ഷൻ, ആഗ്രഹമല്ല ഇവിടെ മെയിൻ ആയിട്ട് ഒരു അഡിക്ഷനിലേക്ക് പോയവരാണ്. അതും ചീറ്റ് ചെയ്ത് ചതിച്ചു പോയവരാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സ്പ്രെഡ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നോർമലി സിറ്റുവേഷൻ ബേസ് ചെയ്ത് പോയിരിക്കുന്നവരുടെ എനർജി അല്ല നമ്മൾ നോക്കിയിരിക്കുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരുടെ എനർജിയാണ്. അപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവിടെ ഒരു കർമ്മ നേരിടുന്നുണ്ട്. അപ്പൊ കർമ്മ എന്ന് പറയുന്ന ഒരു സത്യം ഇവിടെ വിജയിക്കുന്ന ഒരു എനർജി നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ലൈവായിട്ട് തന്നെയാണ് കാർഡ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പേര് കർമ്മയുടെ കാര്യങ്ങളിൽ കർമ്മയില്ല എന്നുള്ള രീതിക്കൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം ഒരു വേദനയിലൂടെ അല്ലെങ്കിൽ ഒട്ടും നിങ്ങൾക്ക് ഉയരാൻ പറ്റാതെ നിങ്ങൾ വീണു പോയ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ചിലവർ ഇപ്പോഴും നേരിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കാം. ചില ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ അവിടെ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ വേദന പ്രൊജക്ഷൻ പോലെ അല്ലെങ്കിൽ ആ ഒരു മിറർ ഇഫക്റ്റ് പോലെ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു വലിയ തിരിച്ചടി, അതിലൂടെ തന്നെയാണ് ഇവര് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത്. ഒത്തിരി ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ നിന്നും പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്ത് മാറിപ്പോകണം. അതും വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകണം. ഇതുവരെ ഒരു സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പതുക്കെ പതുക്കെയൊക്കെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോസിബിലിറ്റി ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്. ഒരു വഴി ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളേക്ക് കടന്നു വരാനായിട്ട് ഇവർ തയ്യാറാണ്. കാരണം ഇവര് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരായത് കൊണ്ടിട്ട് നിങ്ങൾ ഇനി പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. ഒരു സമയം വരെ ഇവർ നിങ്ങളെ ചേസ് ചെയ്തിട്ടൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ലോ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക. ഇവിടെ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു പ്രണയമൊക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട്. ആത്മാർത്ഥമായ പ്രണയം. അത് മനസ്സിൽ ഈ ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള സ്നേഹം ആയതുകൊണ്ട് തന്നെ അതിലൊരു ആത്മാർത്ഥതയുണ്ട്.
ഇനി ഇവർക്ക് ചീറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുതരം ഭയമാണ്. കാരണം മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആണ്. അത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെയാണെങ്കിലും നമുക്ക് കാണാം ഒരു ഗിൽറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു താൻ തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയല്ലോ, തന്റെ സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള രീതിക്കാണ് ഇവര് നിൽക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇപ്പൊ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുള്ളത് യൂണിവേഴ്സിന്റെ തീരുമാനം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ ഇവർക്ക് തിരിച്ചടി വേണം എന്നുള്ള രീതിക്കൊന്നും ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല. ചിലവരുണ്ടായിരിക്കാം നിങ്ങളുടെ വേദന അനുസരിച്ചിട്ട്. പക്ഷെ ചിലവരുണ്ടാവുകയുമില്ല. പക്ഷെ അങ്ങനെയല്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് ആരെന്ത് കൊടുത്താലും അതേ അളവിൽ തന്നെ തിരിച്ചു കൊടുക്കും. അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലത്, ചീത്തയാണെന്നുണ്ടെങ്കിൽ ചീത്ത. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു കർമ്മയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. കർമ്മ ഈസ് എ ബൂമറാങ്. അത് എവിടെ നിന്നാണോ തൊടുത്തു വിട്ടത് അവിടേക്ക് തന്നെ എത്തും. പക്ഷെ അതിനൊരു സമയമുണ്ട്. ആ ഒരു സമയമാണ് നിങ്ങളുടെ വ്യക്തി നേരിടുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങള്, അതുപോലെ ആ ഒരു ലോൺനെസ്, ഒറ്റപ്പെടല്, ഇതെല്ലാം എത്രയും വേഗം ഒന്ന് പൊട്ടിച്ചെറിയണം. അവരിപ്പോ ഒരുപാട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് കാണിക്കാതെ മറ്റൊരു മുഖം അണിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർക്കത് ഒരുപാട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇവരുടെ ഇമേജ് യൂണിവേഴ്സിന്റെ മുമ്പിൽ, പ്രപഞ്ചത്തിന് മുമ്പിൽ, ഐ മീൻ സൊസൈറ്റിയുടെ മുമ്പിൽ പൊട്ടിത്തെറിയുന്ന അല്ലെങ്കിൽ ആ ഒരു പുറത്തേക്ക് വരുന്ന ഒരു സമയം ഉടനെ തന്നെ കടന്നു വരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഇവർ നാണം കെടുക എന്നുള്ളതല്ല, ഇവരുടെ ആ ഒരു ഇവർ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങള് അത് ഇവരായിട്ട് തന്നെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ഈഗോയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ, സെൽഫിഷ്നെസ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാതെ ആ ഒരു കോംപ്ലക്സ് ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് അവർ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും. കാരണം ക്ലീൻ ടു ദ പാസ്റ്റ് ആണ്. മനസ്സ് പൂർണ്ണമായിട്ടും ആ ഒരു പാസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു നല്ല കാലങ്ങളിൽ ഉടക്കി കിടക്കുകയാണ്. ഒരു പരിധിയിൽ കൂടുതൽ ഇവർക്ക് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പൊ കുറച്ച് സ്ലോ ആണ്. കാരണം ഇതുവരെ അവരത് പൊട്ടിച്ചെറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു എനർജി മാറ്റം ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് സ്പ്രെഡിൽ. ഇവിടെയാണെങ്കിൽ ബർഡൻ, നിങ്ങൾ ഒരു സമയത്ത് വളരെ നിങ്ങളൊരു ഭാരമാണ് ഇവരുടെ ലൈഫിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റിയവരായിരിക്കാം. അവരുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സിറ്റുവേഷൻസിൽ, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങളെ മാറ്റി അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ രീതിക്കും ഒരു വേദനയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവര് തന്നെ ഇപ്പൊ സ്വയം ഭാരമായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഇവർ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് ആ ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് ഇവര് ഭാരമായി മാറുന്നു. ആ ഒരു ഭാരം എല്ലാം ഒന്ന് പൂർണ്ണമായിട്ടും ഇറക്കി വെക്കണം. ഇവരൊട്ടും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കില്ല. എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. എന്നാൽ ഇപ്പോ എല്ലാ കാര്യങ്ങളെയും ഇരുത്തി ചിന്തിക്കാനും പെരുമാറാനും മനസ്സിലാക്കാനും ഉള്ള ഒരു മെച്യൂരിറ്റി ഇവർക്ക് കൈ വന്നിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ടു ദ പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റ് ലീവ്സ് ആണെങ്കിലും സെയിം മീനിങ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കഴിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ ഒരുമിച്ചുള്ള മൊമെന്റ്സ്, നിങ്ങൾ ഒരുമിച്ച് നന്നായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു കാലങ്ങൾ, അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഒരു ഓന്തിന്റെ സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും നിങ്ങളെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം പല കാര്യങ്ങളിൽ. എന്നാൽ ഇപ്പൊ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു രീതിയിലൊന്നും താല്പര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മെച്ചുവേർഡ് ആയിട്ട് ചിന്തിച്ചിട്ട് എല്ലാ രീതിക്കും ഒന്ന് ഹാപ്പിനെസ് നിലനിർത്തണം, അല്ലെങ്കിൽ നീതിപൂർവ്വം ലൈഫ് മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു നിൽക്കുന്നവരാണ്. കോംപ്രമൈസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസ് നടത്തണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ മാറുന്നുണ്ട്. ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. എലോൺനെസ്, അതുപോലെ തന്നെ മൈൻഡ് എല്ലാം ആണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് ആയിട്ട് ഒരു നെഗറ്റിവിറ്റി, തോട്ട്സ്, ഓവർ തിങ്കിങ്, ഇതെല്ലാം കൊണ്ട് ഒരു ഇവിടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ല ഈ ഒരു പേഴ്സന്റെ കാണിക്കുന്നത്. മെയിൻ ആയിട്ട് ഇവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ആ ഒരു ഫ്രസ്ട്രേഷനിലൊക്കെ ഒന്ന് മാറണം. ഐസൊലേഷൻ പീരീഡ് ആണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. പൊട്ടിത്തെറിക്കുന്ന വ്യക്തികളും അല്ല. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് പ്രശ്നങ്ങളെന്നോ അങ്ങനത്തെ രീതിയല്ല. തേർഡ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലാണ് നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് ബ്രേക്ക് ത്രൂ വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അവരുടേതായ കരിയറിലേക്കോ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കോ ഒന്നിലേക്കോ അവർക്ക് ഫോക്കസ് ചെയ്യാനും സാധിക്കുന്നില്ല. കുറ്റബോധം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് എത്രയും വേഗം ഒന്ന് റിലീസ് ആവണം എന്നുള്ള ഒരു മൈൻഡിലാണ് ഇവർ നിൽക്കുന്നത്.
അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ കർമ്മ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജി ആണോ ഇത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക തന്നെ വേണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനെ വീണ്ടും ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തിരികെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഇവര് എല്ലാവിധ രീതിയിലും മാറ്റങ്ങൾ കൈവന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ പോകുന്നത്? Ask your angels, helpful people, don't stop, look for a sign, yes, reconsider, communicate clearly, in the near future. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇത് തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. ചിലവരുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ സ്റ്റേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ പൂർണ്ണമായിട്ട് വിട്ടിട്ട് പോകാനും സാധിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളോട് പറയുന്ന ഡോണ്ട് സ്റ്റോപ്പ് ആണ്. നിങ്ങൾ ഇത് പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വ്യക്തി എല്ലാ രീതിക്കും ഒരു ചേഞ്ച് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതും ആത്മാർത്ഥമായിട്ടുള്ള രീതിക്കുള്ള ആ ഒരു സ്നേഹവുമായിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ ആസ്ക് യുവർ ഏഞ്ചൽസ് ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂ യൂണിവേഴ്സിനോട് എന്താണ് നിങ്ങളുടെ ആവശ്യം. ഹെൽപ്ഫുൾ പീപ്പിൾ ആണ്. നിങ്ങളെ സഹായിക്കാൻ യൂണിവേഴ്സ് എല്ലാ രീതിക്കും പ്രാപ്തമായിരിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങളുടെ വാതിലുകൾ തുറന്ന് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചോദിക്കണം. അതുപോലെ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ ആണ്. ഈ റീഡിങ്ങിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി കടന്നു വരാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അടയാളങ്ങളായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെതായ സൈന് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. യെസ്, തീർച്ചയായിട്ടും റീകൺസിഡർ ആണ്. എവിടെയാണോ ഇവർ നിങ്ങളെ അവഗണിച്ചത്, അല്ലെങ്കിൽ എവിടെയാണോ ഇവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്തത്, അതേ സ്ഥലത്ത് വന്ന് ഇവരായിട്ട് തന്നെ നിങ്ങളെ പരിഗണിക്കാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് അവരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയമാണ്. അതും വരുന്ന സമീപ ഭാവിയിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ടും അറിയാനായിട്ടും അനുഭവിക്കാനായിട്ടും സാധിക്കും. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരിക്കൂ. അതുപോലെ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുവരെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന രീതിയിലല്ല ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇവർ പറയുന്നത് അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഇവരുമായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും നടത്തണം. അല്ലാതെ ഇവർ വരുന്ന സമയത്ത് തന്നെ ഓക്കെ ശരി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള രീതിക്ക് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നിലനിർത്തിയതിന് ശേഷം വേണം നിങ്ങൾ ആ ഒരു രീതിയിൽ. അതുപോലെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അത് പൂർണ്ണമായും നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് വാല്യൂ നൽകാനും നിങ്ങൾ ശ്രമിക്കണം. കാരണം നിങ്ങൾ എപ്പോഴാണോ സ്വയം സ്നേഹിക്കുന്നത് അപ്പോഴാണ് മറ്റൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. റെസനേറ്റ് ചെയ്യുന്നവർ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കണേ. കാരണം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസിന് എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം കണക്ട് ചെയ്ത് നോക്കണം. ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ഓഗസ്റ്റ് എന്നൊരു മന്ത്, ആർ എന്നൊരു ലെറ്റർ, 1972,
37, 34. മകയിരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഡിസംബർ എന്നൊരു മന്ത്. സി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് കേരള കാണിക്കുന്നുണ്ട്. ലിബ്ര സോഡിയാക് സൈൻ ആണ്. ലിയോ. കാലിക്കറ്റ്. പി എന്നൊരു ലെറ്റർ. എം അഗെയിൻ വന്നിട്ടുണ്ട്. വി എന്നൊരു ലെറ്റർ. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. പുണർദം. എൻ എന്നൊരു ലെറ്റർ. ഭരണി. കാസർഗോഡ്. 28. ഡി എന്നൊരു ലെറ്റർ. 35. 1988. കോട്ടയം ഡിസ്ട്രിക്റ്റ്. 1968. ആർ എന്നൊരു ലെറ്റർ. ടോറസ്. മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ജൂൺ എന്നൊരു മന്ത്. ലിയോ സോഡിയാക് സൈൻ ആണ്. ഓഗസ്റ്റ് മന്ത്. എസ് എന്നൊരു ലെറ്റർ. കാർത്തിക. 38. എൻ അഗെയിൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് യു എന്നൊരു ലെറ്റർ ആണ്. ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റീഡിങ്ങും ക്ലൂസും എല്ലാമായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.